കേരളത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചകളിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായിരുന്നു നേർച്ച ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ആനയുടെ എഴുന്നള്ളിപ്പും അതിനെ തുടർന്നുണ്ടാകുന്ന ആനയെ എഴുന്നള്ളിച്ചു കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം തൃത്താലയിൽ നേർച്ചയുമായി ബന്ധപ്പെട്ട് ആനയെ എഴുന്നള്ളിച്ചുള്ള വലിയൊരു പരിപാടി നടന്നിരുന്നു, ആഘോഷ പരിപാടി. നമുക്കറിയാവുന്നത് പോലെ തന്നെ കേരളത്തിലുള്ള ചില പ്രദേശങ്ങളിൽ ഉത്സവങ്ങളിലും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ നേർച്ചകളിലും ആനയെ എഴുന്നള്ളിക്കുകയും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഇതിനെ തുടർന്ന് നടത്താറുണ്ട്. അത്തരം ഒരു ആഘോഷ പരിപാടിയാണ് കഴിഞ്ഞ ദിവസം തൃത്താല നേർച്ചയോടനുബന്ധിച്ച് നടന്നിട്ടുള്ളത്. പക്ഷേ ഈ നേർച്ചയുടെ ആഘോഷ പരിപാടി ഇപ്പോൾ ആയിരിക്കുകയാണ്. വിവാദത്തിലായിരിക്കുന്നത് മറ്റൊന്നുമല്ല, വിവാദത്തിലാക്കിയിരിക്കുന്നത് സംഘികളും അതുപോലെ തന്നെ ജനം ടിവിയുമാണ്. എന്താണ് ഈ തൃത്താല നേർച്ചയുമായി ബന്ധപ്പെട്ട ഈ ഒരു ആനയുടെ എഴുന്നള്ളിപ്പ്? സാധാരണഗതിയിൽ ഇത്തരം നേർച്ചകളും ആഘോഷങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ പുരോഗമനവാദികളായും അല്ലെങ്കിൽ പുരോഗമനത്തിന്റെ ആളുകളായും വലിയ രീതിയിലുള്ള സാമൂഹികമായിട്ട് ഇടപെടുകയും സാമൂഹികമായി ഇടകലരാൻ പരസ്പരമുള്ള എല്ലാ വിശ്വാസ സമൂഹത്തിനും ഉൾക്കൊള്ളുന്ന ഒരു പ്ലാറ്റ്ഫോമായും ഒക്കെയാണ് കേരളത്തിലുള്ള പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലുള്ള ഇത്തരം ഒരു പൊതു അഭിപ്രായം എന്നുള്ളത്. അതുവരെ മതേതരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കാണ് ഇത്തരം കാര്യങ്ങൾ ഇട നൽകുന്നത്. പക്ഷേ ഇപ്പോൾ തൃത്താലയിൽ നടന്ന ഈ നേർച്ച വലിയ വിവാദങ്ങൾ ആക്കാനുള്ള ശ്രമങ്ങളാണ് ജനം ടിവിയും സംഘികളും നടത്തിയിട്ടുള്ളത്. അവർക്കാണ് ഇപ്പോൾ പൊള്ളിയിട്ടുള്ളത്. എന്താണ് തൃത്താല നേർച്ചയിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. തൃത്താല നേർച്ചയുമായി ബന്ധപ്പെട്ട്, തൃത്താല ഉറുസ് നേർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ ആനയുടെ എഴുന്നള്ളിപ്പിൽ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് വേണ്ടി ഈ കഴിഞ്ഞ തുഫാനുൽ അക്സയിൽ രക്തസാക്ഷികളായ ഷഹീദ് ഇസ്മായിൽ ഹനിയ, ഷഹീദ് യഹിയ സിൻവർ, ഷഹീദ് ഹസൻ നസ്രുല്ല തുടങ്ങിയ രക്തസാക്ഷികളുടെ പടങ്ങൾ ആലേഖനം ചെയ്ത ടീമുകളായി അല്ലെങ്കിൽ അത്തരത്തിൽ ആനയെ അണിയിച്ചുകൊണ്ടാണ് എഴുന്നള്ളിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ വിഷ്വൽസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ചുള്ളൻസ് ഇങ്ങനെ ഈ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ എഴുന്നള്ളിപ്പിന്റെ വീഡിയോ നമ്മളൊന്ന് കണ്ടു നോക്കാം. ഈ കാണുന്ന ആനയുടെ മുകളിലുള്ള ചിത്രങ്ങളാണ് അതിൽ ഷഹീദ് യഹിയ സിൻവർ, ഷഹീദ് ഹസൻ നസ്രുല്ല, ഷഹീദ് ഇസ്മായിൽ ഹനിയ തുടങ്ങിയ ഈ ഒരു തുഫാനുൽ അക്സയിൽ ഇസ്രായേലിനെതിരെ പോരാട്ടത്തിൽ രക്തസാക്ഷികളായ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളാണ്. ഈ ഒരു തരത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു ടീമിനും പേരുണ്ട്. തറവാടീസ് തെക്കേ ഭാഗത്തിൻ്റെതാണ് ഷഹീദ് ഹസൻ നസ്രുല്ലയുടേത്. മറ്റൊന്ന് തറവാടീസ് തെക്കേ ഭാഗം, അത് യഹിയ സിൻവറിന്റെ ഈ കാണുന്നതാണ്. ഇത് ഹസൻ നസ്രുല്ലയുടേതാണ്. മറ്റൊന്ന് ഈ ഇസ്മായിൽ ഹനിയയുടേത്, തെക്കേ ഭാഗം മിന്നൽപ്പട. ഇതാണ് ഇപ്പോൾ ജനം ടി വി വിവാദമാക്കിയിരിക്കുന്നത്. ജനം ടി വിയുടെ വാർത്ത ഇങ്ങനെയാണ് വരുന്നുള്ളത്. അതായത് ഉറൂസിന്റെ ഭാഗമായി നടന്ന ആന എഴുന്നള്ളിപ്പ് വിവാദത്തിലാണ്. ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവർ എന്നീ ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചു എന്നുള്ളതാണ്. തറവാടീസ് തെക്കേ ഭാഗം, മിന്നൽപ്പട തെക്കേ ഭാഗം എന്നീ ടീമുകൾ ഇത്തരത്തിൽ രംഗത്തിറങ്ങി എന്നുള്ളതാണ്. വിവാദം ആക്കിയിരിക്കുന്നത് ആകെ ജനം ടി വി മാത്രമാണ്. എന്നാൽ ഈ സാധാരണഗതിയിൽ കേരളത്തിലുള്ള ഉത്സവങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു ഉറൂസ് ആഘോഷങ്ങളിൽ, ഇത്തരം നേർച്ച ആഘോഷങ്ങളിൽ ആനയുടെ എഴുന്നള്ളിപ്പും ആനയുടെ അക്രമവും ഒക്കെയാണ് ഇത്രയും ദിവസം വാർത്തകളായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഉറൂസ് നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. കേരളീയ പൊതുസമൂഹത്തിനിടയിൽ ഇപ്പോഴേ ഇത്തരം ഒരു വിവാദം ഉണ്ടാക്കാനാണ് ജനം ടി വിക്ക് പൊള്ളിയിരിക്കുന്ന കാര്യം സംഭവിച്ചിരിക്കുന്നതാണ് ഈ ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളത്. പ്രത്യേകിച്ചും ഫലസ്തീൻ വിമോചന സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഹമാസിന്റെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെയോ ഒക്കെ ഭാഗമായിരുന്ന ഹസൻ നസ്രുല്ല, യഹിയ സിൻവർ തുടങ്ങിയ അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയ അടക്കമുള്ള ആളുകളുടെ ആലേഖനം ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ടീമുകൾ, അത്തരം സംഘങ്ങളുടെ ആനകൾക്ക് പേര് നൽകിയിരിക്കുന്നത് അത്തരത്തിലായതാണ് ഈ ഒരു ജനം ടി വി ഇതിനെ സംഘികളും എതിർക്കാനുള്ള കാരണം എന്നുള്ളത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലവിലുള്ള ഇതുവരെയുള്ള
ഒരു സാഹചര്യം എന്നുള്ളത് ഹമാസിനെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെയോ ഇന്ത്യ തീവ്രവാദ പട്ടികയിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. UN അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. മറ്റൊരു കാര്യം എന്നുള്ളത് ഫലസ്തീനികൾ നടത്തുന്നുള്ളത് വിമോചന പോരാട്ടമാണ്, ഫലസ്തീന്റെ സ്വതന്ത്ര പോരാട്ടമാണ്. ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന് അവരുടെ സ്വതന്ത്ര പോരാട്ടം നടത്താൻ എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത്തരത്തിലാണ് ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഉള്ളത്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. UN അടക്കം അത് അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി സ്വതന്ത്ര പോരാട്ടം നടത്താൻ എല്ലാവിധ അവകാശങ്ങളും അവിടത്തെ ജനതയ്ക്ക് ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് ഐക്യരാഷ്ട്രസഭയടക്കം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഷഹീദ് ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവർ തുടങ്ങിയ അല്ലെങ്കിൽ ഹസൻ നസ്രുള്ള അടക്കമുള്ള ഈ ഒരു ഇസ്രായേലിനെതിരായ അധിനിവേശത്തിൽ ഏറ്റവും കൂടുതൽ വില നൽകിയ രക്തസാക്ഷികളുടെ പേരുകൾ ആലേഖനം ചെയ്ത ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു. ഒരു ഉറൂസ് നേർച്ചയുടെ ഭാഗമായിട്ട് ആനയുടെ എഴുന്നള്ളിപ്പിൽ ഈ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ടീമുകൾ രംഗത്ത് വന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായപ്പോഴാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഏതായിരുന്നാലും നിലവിലുള്ള ലോകത്തിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ വിരുദ്ധമായ, ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരായാണ് ലോകം നിലകൊള്ളുന്നത്. ഈ പറഞ്ഞ പേരുകളൊക്കെ ഇസ്രായേൽ അധിനിവേശ പോരാട്ടത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ആളുകളായിട്ടാണ് ലോകം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫലസ്തീൻ വിമോചന സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള ആവശ്യം ലോകത്തെമ്പാടും ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള സാഹചര്യത്തിലും അത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നു എന്നും അത്തരം കാര്യങ്ങൾക്കുള്ള ഒരു സാമൂഹിക ബോധം കേരളത്തിലും ഉണ്ടാകുന്നു എന്നുമാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്.